നമസ്കാരം. വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. പിണറായി വിജയന്റെ വീട്ടിൽ നടന്ന ഇഡി റെയ്ഡിൽ കോൺഗ്രസുകാർ സന്തോഷിക്കരുതെന്ന് മുൻ സ്പീക്കർ അഡ്വക്കേറ്റ് എൻ ഷംസീർ. അമിത്ഷാ പറയുമ്പോൾ ചാടിക്കളിക്കുന്ന കൊച്ചുരാമനാണ് ഇഡി എന്നും ഷംസീർ. കോടിയേരി എന്താ CPM-നകത്തെ രണ്ടാം കിടക്കാരനാണോ എന്ന് കോൺഗ്രസ് നേതാവ് VP അബ്ദുൾ റഷീദ്. കോടിയേരിയുടെ വീട്ടിൽ ഇഡി റെയ്ഡ് എന്ന സമാന സാഹചര്യം നേരിടേണ്ടി വന്നപ്പോൾ അന്ന് ജയരാജന്മാരെയോ ശൈലജയെയോ കണ്ടില്ലല്ലോ എന്നും VP അബ്ദുൾ റഷീദിന്റെ പരിഹാസം. മംഗലാപുരത്ത് ആളില്ലാത്ത വീട്ടിൽ കയറി വൻ മോഷണം നടത്തി രക്ഷപ്പെട്ട യുവതിയും യുവാവും പിടിയിൽ. പ്രതികളെ പിടികൂടിയത് കോഴിക്കോട് വെച്ച്. ത്യാഗസ്മരണയിൽ മുസ്ലിം മതവിശ്വാസികൾ ബലിപ്പെരുന്നാൾ ആഘോഷിച്ചു. CH സെന്ററുകളുടെ ആഭിമുഖ്യത്തിൽ ആശുപത്രികളിൽ ഭക്ഷണ വിതരണം. വാർത്തകൾ വിശദമായി. പിണറായി വിജയന്റെ വീട്ടിൽ നടന്ന ഇഡി റെയ്ഡിൽ കോൺഗ്രസുകാർ സന്തോഷിക്കരുതെന്ന് മുൻ സ്പീക്കർ അഡ്വക്കേറ്റ് എൻ ഷംസീർ. അമിത്ഷാ പറയുമ്പോൾ ചാടിക്കളിക്കുന്ന കൊച്ചുരാമനാണ് ഇഡി എന്നും ഷംസീർ പറഞ്ഞു. പിണറായി വിജയനെ വേട്ടയാടാനുള്ള ഇഡി നീക്കത്തിൽ പ്രതിഷേധിച്ച് മൊഴാറ ലോക്കൽ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ നടന്ന പ്രതിഷേധ പ്രകടനത്തിന് ശേഷം സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. അറിയാലോ, പണ്ട് നാടോടികൾ കുരങ്ങനെയും കൊണ്ടുവരും. ആ നാടോടികൾ കുരങ്ങനോട് പറയും, ആടിക്കളിക്കട കൊച്ചുരാമ, ചാടിക്കളിക്കട കൊച്ചുരാമ. കൊച്ചുരാമൻ അങ്ങോട്ടും ചാടും, കൊച്ചുരാമൻ ഇങ്ങോട്ടും ചാടും. അപ്പൊ നമ്മൾ പൈസ എറിഞ്ഞു കൊടുക്കും. അതുപോലെ അമിത്ഷാ പറയുമ്പോൾ ആടുകയും ചാടുകയും ചെയ്യുന്ന കൊച്ചുരാമൻ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഒരു കാലത്ത് തങ്ങൾക്ക് ഇഷ്ടമില്ലാത്തവരെ പിടിക്കാൻ കേന്ദ്ര അന്വേഷണ ഏജൻസി CBI ആയിരുന്നു. ആ CBI ഉപയോഗിച്ചുകൊണ്ട് തങ്ങൾ ഭരിക്കാത്ത സംസ്ഥാനങ്ങളിലെ എതിർ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളെ നിങ്ങൾ ക്രൂരമായി വേട്ടയാടി. ആ CBI എന്ന സംവിധാനം ഇന്ന് മാറി. പകരം നിങ്ങൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഉണ്ടാക്കിയിരിക്കുന്നു. ആ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ആരെയാ വേട്ടയാടുന്നത്? നിങ്ങൾ പിണറായിയെ വേട്ടയാടുമ്പോൾ നിങ്ങൾ കൈയടിക്കുമ്പം ഒരു സംശയവും വേണ്ട, അടുത്ത വേട്ട രാഹുൽ ഗാന്ധിക്കും സോണിയാഗാന്ധിക്കും നേരെയാ. രണ്ടുപേരെയും അന്വേഷണ ഏജൻസി വിളിച്ചു വരുത്തിയല്ലോ. കോടിയേരി എന്താ CPM-നകത്തെ രണ്ടാം കിടക്കാരനാണോ എന്ന് കോൺഗ്രസ് നേതാവ് VP അബ്ദുൾ റഷീദ്. കോടിയേരിയുടെ വീട്ടിൽ ഇഡി റെയ്ഡ് എന്ന സമാന സാഹചര്യം നേരിടേണ്ടി വന്നപ്പോൾ അന്ന് ജയരാജന്മാരെയോ ശൈലജയെയോ കണ്ടിട്ടില്ലല്ലോ എന്നും VP അബ്ദുൾ റഷീദ് പരിഹസിച്ചു. ഫുലാൻ ദേവി കണക്കെ കള്ളിയാണ് വീണ വിജയനെന്നും അദ്ദേഹം പറഞ്ഞു. 1,72,00,000 രൂപ, ഈ 1,72,00,000 രൂപ എന്തിനാണ് വീണ വിജയൻ കൈപ്പറ്റിയത് എന്ന് ഈ രാജ്യത്തിലെ ഒരു അന്വേഷണ ഏജൻസിയുടെ മുന്നിലോ ഒരു സാധാരണക്കാരന്റെ മുന്നിലോ ഈ സമയം വരെ പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ പിണറായി വിജയന് സാധിച്ചിട്ടില്ല. കേരളത്തിന്റെ തീരദേശത്തെ കരിമണൽ കൊള്ളയടിച്ചു കൊണ്ടുപോയ കരിമണൽ കർത്ത, ആ തീരദേശം കരിമണൽ കർത്തയ്ക്ക് വിറ്റതിന്റെ പ്രതിഫലമായിട്ടാണ് മകൾ വീണയുടെ അക്കൗണ്ടിലേക്ക് പിണറായി വിജയൻ ഈ പൈസ വാങ്ങിയതെന്ന് ആർക്കാണ് അറിയാത്തത്? ഇന്റർ സെറ്റിൽമെന്റ് ബോർഡ് കണ്ടെത്തിയ ഈ യാഥാർത്ഥ്യത്തിന്റെ മറപിടിച്ചിട്ടാണ് ഈ അന്വേഷണം പുരോഗമിക്കുന്നത്. ഇഡിയുടെ എല്ലാ നടപടികളോടും യോജിപ്പുള്ളവരല്ല ഞങ്ങൾ. പക്ഷേ സത്യസന്ധമായി ജനങ്ങളുടെ മുന്നിൽ പകൽ വെളിച്ചം പോലെ തെളിഞ്ഞൊരു കാര്യമാണ് ഈ കരിമണൽ വിഷയത്തിനകത്ത് കർത്തയുടെ കയ്യിൽ നിന്ന് പിണറായി വിജയന്റെ മകൾ മാസപ്പടി വാങ്ങി എന്നുള്ളത്. 5 ലക്ഷം രൂപ കമ്പനിക്കും 3 ലക്ഷം രൂപ അവർ പേഴ്സണലായും വാങ്ങിയത് എന്ത് സേവനം കരിമണൽ CMRL കമ്പനിക്ക് കൊടുത്തിട്ടാണ്? കരിമണൽ കർത്തയുടെ കമ്പനിക്ക് ഏത് സേവനം കൊടുത്തിട്ടാണ് എന്ന് കഴിഞ്ഞ വർഷങ്ങൾ, ഇത്രയും വർഷങ്ങൾ ചോദിച്ചിട്ട് കമ എന്നൊരക്ഷരം പിണറായി വിജയന്റെ നാവ് കൊണ്ട് ഉച്ചരിച്ച് മറുപടി പറയാൻ പിണറായി വിജയന് സാധിച്ചില്ല. ഈ കേസിലകത്തെ പെരുങ്കള്ളി, ഈ കേസിലകത്തെ കാട്ടുകള്ളി പൂരൻ ദേവിയെ പോലും തോൽപ്പിക്കുന്ന രീതിയിൽ കേരളത്തിന്റെ പൊതുഖജനാവ് കൊള്ളയടിച്ച കൊള്ളക്കാരി ആ വീണ വിജയൻ താമസിക്കുന്നത്, പിണറായി വിജയന്റെ പുന്നാരമോള് താമസിക്കുന്നത് വിജയന്റെ വീട്ടിലല്ലാതെ മറ്റെവിടെയാണ്? വിജയന്റെ വീട്ടിലേക്കല്ലേ ഇടി വാങ്ങേണ്ടത്? എന്തിനാ വിജയന്റെ വീട്ടിലേക്ക് കയറിയത് എന്നാണ് ഇവിടെ CPM ചോദിക്കുന്നത്. വീണയുള്ളത് വിജയന്റെ വീട്ടിലാണ്. വീണയുള്ളിടത്ത്, കള്ളിയുള്ളിടത്ത്, കള്ളനുള്ളിടത്ത് പോലീസ് കയറും, അന്വേഷണമൊക്കെ നടക്കും.
സ്വാഭാവികമായും ആ അന്വേഷണത്തിന്റെ ഭാഗമായി പിണറായി വിജയന്റെ പണ്ടാലമുക്കിലെ വീടിനകത്തേക്ക് ഇടി പോയപ്പോ AKG സെന്ററിനടുത്ത് വാടകയ്ക്കെടുത്ത തിരുവനന്തപുരത്തെ വീട്ടിലേക്ക് ഇടി ഉദ്യോഗസ്ഥന്മാർ കയറിയപ്പോ എന്റെ പിണറായി വിജയ മുൻകാലങ്ങളിൽ വിജിൽ ഇവിടെ സൂചിപ്പിച്ചതുപോലെയുള്ള സമീപനം എടുക്കാതിരുന്നത്? ഞാൻ ചോദിക്കട്ടോ, കോടിയേരി ബാലകൃഷ്ണൻ എന്താ CPM-നകത്തെ രണ്ടാം കിടക്കാരനാണോ? അല്ല, CPM-നകത്തെ നിലവാരം കുറഞ്ഞ ആളാണോ? ആ കോടിയേരി ബാലകൃഷ്ണന് നേരെ സമാനമായ രീതിയിൽ ഒരു ED അന്വേഷണം ഉണ്ടായപ്പോ അന്ന് EP ജയരാജനെ കണ്ടില്ല, അന്ന് P ജയരാജനെ കണ്ടില്ല, അന്ന് കൊമ്പുവിളിക്ക് പോയ KK ശൈലജയെ കണ്ടില്ല, അന്ന് നാടിളക്കി പത്രസമ്മേളനം നടത്തുന്ന MV ജയരാജനെ കണ്ടില്ല. കമ എന്നൊരക്ഷരം മിണ്ടാൻ ഒരു ബ്രാഞ്ച് സെക്രട്ടറി പോലും ED റെയ്ഡ് നടക്കുമ്പോ കോടിയേരി ബാലകൃഷ്ണന്റെ വീട്ടിലേക്ക് തിരിഞ്ഞു നോക്കിയിട്ടില്ല. അന്ന് പരോക്ഷമായി EDക്ക് പിന്തുണ കൊടുക്കുന്ന തരത്തിലാണ് സഖാവ് പിണറായി വിജയൻ എന്ന് പരാമർശം നടത്തിയത്. അന്വേഷണം നടക്കട്ടെ, കാര്യങ്ങൾ കണ്ടെത്തിയിട്ട് പറയാം എന്ന രീതിയിൽ അന്വേഷണത്തെ പിന്തുണക്കുന്ന സമീപനമാണ് അന്ന് പിണറായി വിജയൻ നടത്തിയത്. കോടിയേരിയുടെ ഭാര്യ വിനോദിനി ബാലകൃഷ്ണൻ വീട്ടിലുണ്ട്. ആ വിനോദിനിയോടെങ്കിലും ഒന്ന് കൈകൂപ്പി മാപ്പ് പറയാൻ തയ്യാറാകണം. ഞങ്ങൾ പിണറായി വിജയന്റെ അടിമകളാണ്, ഇത് പിണറായി വിജയന്റെ അടിമ പാർട്ടിയാണ് എന്ന് പറയാൻ ജയരാജന്മാർ ഉൾപ്പെടെ സകല CPM നേതാക്കന്മാർ തയ്യാറാകണം. മംഗലാപുരത്ത് ആളില്ലാത്ത വീട്ടിൽ കയറി വൻ മോഷണം നടത്തി രക്ഷപ്പെട്ട യുവതിയെയും യുവാവിനെയും RPF-ന്റെ പ്രത്യേക സംഘം പിടികൂടി. മംഗലാപുരം പോലീസ് നൽകിയ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ കോഴിക്കോട് വെച്ചാണ് RPF പ്രതികളെ പിടികൂടിയത്. മെയ് 23-നാണ് മംഗലാപുരത്തെ കദ്രി പോലീസ് സ്റ്റേഷൻ പരിധിയിൽ മോഷണം നടന്നത്. യാചക വേഷത്തിലെത്തിയവരാണ് മോഷണത്തിന് പിന്നിലെന്ന് കണ്ടെത്തിയ പോലീസ് അന്വേഷണം ഊർജിതമാക്കി. തുടർന്നാണ് ബുധനാഴ്ച ഉച്ചയോടെ സംഘം മംഗലാപുരത്തു നിന്നും ചെന്നൈ മെയിലിൽ സഞ്ചരിക്കുന്നതായ വിവരം കദ്രി ഇൻസ്പെക്ടർ മനോഹർ റെയിൽവേ ACP സ്ക്വാഡിനും റെയിൽവേ ക്രൈം സെക്ഷനും കൈമാറിയത്. ജനറൽ കമ്പാർട്ട്മെന്റിലായിരുന്നു യാത്രയെന്നതിനാൽ പ്രതികളെ തിരിച്ചറിയുന്നത് പ്രയാസമായിരുന്നു. ഒടുവിൽ കോഴിക്കോട്ട് എത്തിയപ്പോഴാണ് യുവതിയെ തിരിച്ചറിഞ്ഞതും പിടികൂടിയതും. ഇവരുടെ കൂടെ ഉണ്ടായിരുന്ന യുവാവിനെയും കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. RPF കണ്ണൂർ, കോഴിക്കോട് ഇൻസ്പെക്ടർമാരായ വർഗീസ്, കേശവദാസ്, ഇന്റലിജൻസ് ഓഫീസർ ജിതിൻ, മറ്റു ഉദ്യോഗസ്ഥരായ സുധീർ, മനോഹർ, ഷാലു, ബിബിൻ മാത്യു എന്നിവരുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് പ്രതികളെ പിടികൂടിയത്. ത്യാഗസ്മരണയിൽ മുസ്ലിം മതവിശ്വാസികൾ ബലിപ്പെരുന്നാൾ ആഘോഷിച്ചു. ദൈവകൽപ്പനയനുസരിച്ച് ഇബ്രാഹിം നബിയുടെയും മകൻ ഇസ്മായിൽ നബിയുടെയും ത്യാഗപൂർണമായ ജീവിതവും അള്ളാഹുവിലേക്കുള്ള സമർപ്പണവുമാണ് ബലിപ്പെരുന്നാൾ നൽകുന്ന സന്ദേശം. തലശ്ശേരി സെയ്താർ പള്ളിയിൽ നടന്ന പെരുന്നാൾ നമസ്കാരത്തിൽ നിരവധി ആളുകൾ സംബന്ധിച്ചു. ത്യാഗം, സഹനം, സാഹോദര്യം എന്നീ മൂല്യങ്ങളുടെ സ്മരണയിലാണ് വിശ്വാസികൾ ബലിപെരുന്നാൾ ആഘോഷിച്ചത്. ഹജ്ജ് കർമ്മത്തിന്റെ പരിസമാപ്തി കൂടിയാണ് പെരുന്നാൾ. വിവിധ പള്ളികളിൽ പെരുന്നാൾ നമസ്കാര ചടങ്ങുകൾ നടന്നു. പ്രവാചകനായ ഇബ്രാഹിം നബിയുടെ ത്യാഗത്തിന്റെ ഓർമ്മ പുതുക്കലാണ് ഈ ദിനം. ഏറെ നാളത്തെ കാത്തിരിപ്പിന് ശേഷമുണ്ടായ മകൻ ഇസ്മായിലിനെ ദൈവകൽപ്പന പ്രകാരം ബലി കൊടുക്കാൻ തീരുമാനിച്ചെങ്കിലും നബിയുടെ ത്യാഗ സന്നദ്ധത കണ്ട് മകന് പകരം ആടിനെ ബലി നൽകാൻ ദൈവം നിർദ്ദേശിച്ചതായാണ് വിശ്വാസം. സ്നേഹം കൈമാറി പരസ്പര സാഹോദര്യം പുലർത്താനുള്ള അസുലഭ മുഹൂർത്തമാണ് വിശ്വാസികൾക്ക് ബലിപെരുന്നാൾ. ത്യാഗത്തിൻ്റെയും സമർപ്പണത്തിൻ്റെയും ദിനത്തിൽ തലശ്ശേരി സെയ്താർ പള്ളിയിൽ നടന്ന നമസ്കാരത്തിന് ഹാഫിള് മുഹമ്മദ് സഫ്വാൻ ബാക്കഫി നേതൃത്വം നൽകി. യുവത്വത്തിൻ്റെ കരുത്തുമായി സെയ്താർ പള്ളി വാട്സപ്പ് കൂട്ടായ്മ പെരുന്നാൾ നമസ്കാരത്തിന് ശേഷം ഐസ്ക്രീം വിതരണം ചെയ്തു. മഹ്റൂഫ് മാണിയാട്ട്, അസ്കർ ചെട്ടിയാങ്ങണ്ടി, മുനീർ പരിയാട്ട്, മമ്മൂട്ടി പുത്തലത്ത്, സഫീർ സാഖർ, അസ്കർ ധമാം, റഹീം അറ്റ്ലസ്, സജീർ കുവേരി, നഫ്സീർ പൊന്നകം, ഫയാസ് ജലാൽ, ഷംസീർ കോണിശ്ശേരി, ഷബീർ നെല്ലിയിൽ എന്നിവർ നേതൃത്വം നൽകി. ബോക്സ് ഓഫീസിൽ സമാനതകളില്ലാത്ത ചരിത്രക്കുതിപ്പ് തുടരുന്ന മോഹൻലാൽ, ജീത്തു ജോസഫ് കൂട്ടുകെട്ടിന്റെ ദൃശ്യം 3 ആഗോളതലത്തിൽ 200 കോടി ക്ലബിൽ ഇടം പിടിച്ചു. മോഹൻലാലിന്റെ തന്നെ എമ്പുരാൻ, തുടരും എന്നിവയ്ക്ക് ശേഷം 200 കോടി ക്ലബിലെത്തുന്ന മൂന്നാമത്തെ ചിത്രമാണ് ദൃശ്യം 3. മോഹൻലാൽ തന്നെയാണ് ഈ സന്തോഷ വാർത്ത ഫേസ്ബുക്കിൽ പങ്കുവച്ചത്. 37 തിയേറ്ററുകളിൽ റിലീസ് ചെയ്ത് വെറും 7 ദിവസം കൊണ്ടാണ് ദൃശ്യം 3 ഈ അപൂർവ നേട്ടം സ്വന്തമാക്കിയത്.
എമ്പുരാൻ, തുടരും എന്നീ വമ്പൻ ചിത്രങ്ങൾക്ക് ശേഷം 200 കോടി ക്ലബിലെത്തുന്ന മൂന്നാമത്തെ മോഹൻലാൽ ചിത്രമെന്ന ഖ്യാതിയും ഇതോടെ ദൃശ്യം 3 സ്വന്തമാക്കി കഴിഞ്ഞു. 3 സിനിമകൾ, 3 അധ്യായങ്ങൾ, അഭേദ്യമായ ഒരു ബന്ധം എന്ന് കുറിച്ചുകൊണ്ട് ജോർജ് കുട്ടിക്കും കുടുംബത്തിനും ഒപ്പം നിന്ന പ്രേക്ഷകർക്ക് നന്ദി അറിയിച്ച് മോഹൻലാൽ തന്നെയാണ് 200 കോടിയുടെ ഔദ്യോഗിക കളക്ഷൻ പോസ്റ്റർ സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവച്ചത്. മോഹൻലാലിൻ്റെ പിറന്നാൾ ദിനത്തിൽ ലോകമെമ്പാടുമുള്ള തിയേറ്ററുകളിലെത്തിയ ചിത്രം മികച്ച പ്രതികരണങ്ങളോടെയാണ് മുന്നേറുന്നത്. കേരളത്തിൽ മാത്രം 465 സ്ക്രീനുകളിലും ആഗോളതലത്തിലാകെ 3000 സ്ക്രീനുകളിലുമാണ് ചിത്രം പ്രദർശനത്തിനെത്തിയത്. മോഹൻലാലിൻ്റെ വിസ്മയിപ്പിക്കുന്ന പ്രകടനവും ജിത്തു ജോസഫിൻ്റെ മികച്ച മേക്കിങ്ങും ഒത്തുചേർന്ന ഒരു പക്ക ഇമോഷണൽ ത്രില്ലറായാണ് ചിത്രം അണിയിച്ചൊരുക്കിയിരിക്കുന്നത്. ലാലിനൊപ്പം മീന, എസ്തർ അനിൽ, അൻസിബ, സിദ്ദിഖ്, ആശാ ശരത്ത്, മുരളി ഗോപി എന്നിവരും ചിത്രത്തിൽ പ്രധാന വേഷങ്ങളിൽ തിരിച്ചെത്തിയിട്ടുണ്ട്. 2013 പുറത്തിറങ്ങി മലയാള സിനിമയുടെ ചരിത്രം മാറ്റിയെഴുതിയ ദൃശ്യം 1ാം ഭാഗത്തിന് ശേഷം 8 വർഷങ്ങൾ കഴിഞ്ഞാണ് 2021 കോവിഡ് പ്രതിസന്ധികൾക്കിടയിൽ ചിത്രത്തിൻ്റെ 2ാം ഭാഗം OTT പ്ലാറ്റ്ഫോമിലൂടെ പ്രേക്ഷകരിലേക്ക് എത്തിയത്. OTT റിലീസ് ആയിരുന്നിട്ടും വലിയ തരംഗം സൃഷ്ടിച്ച ജോർജ് കുട്ടിയും കുടുംബവും ഇപ്പോൾ 3ാം വരവിലും വിസ്മയങ്ങൾ തീർക്കുകയാണ്. ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും. മയ്യഴിയുടെ മഹിത പാരമ്പര്യത്തിനൊപ്പം പാനൂരിനെ പൊന്നൂരാക്കി വിളക്കിച്ചേർത്ത് ആഭരണ സങ്കല്പങ്ങൾക്ക് പൊന്നാട ചാർത്തിയ അപർണ ഗോൾഡൻ ഡയമണ്ട്സ് വ്യാപാര വിശ്വസ്തയുടെ മാറ്റുകുറയാതെ അന്നും ഇന്നും എന്നും നിങ്ങളോടൊപ്പം. അപർണ ഗോൾഡൻ ഡയമണ്ട്സ്, സ്റ്റാച്യു ജംഗ്ഷൻ, മാഹി. അപർണ ഗോൾഡൻ ഡയമണ്ട്സ് നിയർ RC ചർച്ച്, മാഹി. അപർണ ഗോൾഡൻ ഡയമണ്ട്സ്, പൂക്കോം റോഡ്, പാനൂർ. എക്സൽ പബ്ലിക് സ്കൂൾ, മാഹി. LKG മുതൽ 10ാം ക്ലാസ് വരെ എല്ലാ ക്ലാസുകളിലേക്കും സീറ്റുകളുടെ ലഭ്യതയനുസരിച്ച് പ്രവേശനം ആരംഭിച്ചിരിക്കുന്നു. മെറിറ്റ് അടിസ്ഥാനത്തിലുള്ള പ്രവേശനം, പരിചയസമ്പന്നരായ അധ്യാപകർ, സ്മാർട്ട് ക്ലാസ് റൂം സൗകര്യം, സയൻസ് ആൻഡ് കമ്പ്യൂട്ടർ ലാബുകൾ, ലൈബ്രറി ആൻഡ് ലൈബ്രറി, ഗതാഗത സൗകര്യം, ലേണിംഗ്, ഇൻഡോർ ആൻഡ് ഔട്ട്ഡോർ പ്രവർത്തനങ്ങൾ, ശുചിത്വമുള്ള ക്യാമ്പസ്, രക്ഷിതാവ് അധ്യാപക ആശയവിനിമയത്തിനായി സ്കൂൾ ആപ്പ്, ഹയർ സെക്കൻഡറി കോഴ്സ്, ബയോസയൻസ്, കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് കൊമേഴ്സ്. രജിസ്ട്രേഷൻ ആരംഭിച്ചിരിക്കുന്നു. എക്സൽ പബ്ലിക് സ്കൂൾ, മാഹി, മൗണ്ട് വേര, ചാലക്കര, ന്യൂ മാഹി. 04902333 626 9447227626. നിങ്ങൾ സ്വപ്നം കാണുന്ന ഭാവിക്ക് ഒരു വഴിത്തിരിവായി മാഹി കോപ്പറേറ്റീവ് കോളേജ് ഓഫ് ഹയർ എഡ്യൂക്കേഷൻ ആൻഡ് ടെക്നോളജി. പഠിക്കാം പോണ്ടിച്ചേരി സെൻട്രൽ യൂണിവേഴ്സിറ്റി അംഗീകൃത കോഴ്സുകൾ: BCom ജനറൽ ആൻഡ് കോർപ്പറേറ്റ് സെക്രട്ടറിഷിപ്പ്, BBA ജനറൽ ആൻഡ് ടൂറിസം, BCA, BA and MA English, MCom, BSc ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആൻഡ് മെഷീൻ ലേണിംഗ്, BSW, BSc ഡാറ്റ സയൻസ്, BSc സൈക്കോളജി, MBA, MCA, കൂടാതെ CMA, CAT, ലോജിസ്റ്റിക്സ്, സൈബർ സെക്യൂരിറ്റി ആൻഡ് എത്തിക്കൽ ഹാക്കിംഗ്, ഏവിയേഷൻ എന്നീ ഓപ്ഷണൽ ഡിപ്ലോമ കോഴ്സുകൾ. സ്വപ്ന തുല്യമായ കരിയർ സ്വന്തമാക്കാൻ ഇത് തന്നെയാണ് അവസരം. To know more, contact us. ഇപ്പോൾ നവീകരിച്ച ഷോറൂമും നവീന ശ്രേണികളുമായി ലുലു സാരീസ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. ലുലു സാരീസ് ബ്രൈഡൽ ഗാലറി. ഓരോ നവവധുവിനും അണിഞ്ഞൊരുങ്ങാൻ പട്ടുസാരികളുടെയും വിവാഹ വസ്ത്രങ്ങളുടെയും അമൂല്യ ശ്രേണി. ഇന്ത്യയിലെ പരമ്പരാഗത നെയ്ത്തു കേന്ദ്രങ്ങളിൽ നിന്നും നേരിട്ട്. ലുലു ജെന്റ്സ് വെഡിംഗ് ഗാലറി. പ്രത്യേകമായി ഒരുക്കിയ ഫ്ലോറിൽ പുരുഷന്മാരുടെ വിവാഹ വസ്ത്രങ്ങളുടെയും പാർട്ടി വെയറുകളുടെയും നൂതന ശ്രേണി. ബ്രാൻഡഡ് റെഡിമെയ്ഡ് വസ്ത്രങ്ങളുടെ മറ്റെങ്ങും ലഭ്യമല്ലാത്ത ശേഖരം. കുഞ്ഞുടുപ്പുകൾ മുതൽ കല്യാണ വസ്ത്രങ്ങൾ വരെ കുടുംബത്തിന് ആവശ്യമായ മുഴുവൻ വസ്ത്രങ്ങളും മറ്റാർക്കും നൽകാൻ കഴിയാത്ത വിലകളിൽ, മറ്റെങ്ങും ലഭ്യമല്ലാത്ത ശ്രേണികളിൽ. ലുലു സാരീസ്, AVK നായർ റോഡ്, തലശ്ശേരി. ആഗ്രഹങ്ങൾക്കൊപ്പം അതിരുകളില്ലാതെ. പാനൂർ കോപ്പറേറ്റീവ് ബിൽഡിംഗ് സൊസൈറ്റി, പാനൂർ. സൊസൈറ്റിയുടെ പുതിയ സംരംഭമായി ടാർപോളിൻ ഔട്ട്ലെറ്റ് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. സൊസൈറ്റിക്ക് കീഴിൽ പാനൂരിൽ പ്രവർത്തിക്കുന്ന സഹകരണ ഇലക്ട്രിക്കൽ, പ്ലംബിംഗ് ആൻഡ് സാനിറ്ററീസിനോട് ചേർന്നും, കൂടാതെ കടവത്തൂർ കല്ലിക്കണ്ടി റോഡിൽ പ്രവർത്തിക്കുന്ന സഹകരണ ഇലക്ട്രിക്കൽ, പ്ലംബിംഗ് ആൻഡ് സാനിറ്ററീസിനോട് ചേർന്നുമാണ്
സിൽപോളിൻ കമ്പനിയുടെ ടാർപോളിൻ ഔട്ട്ലെറ്റ് പ്രവർത്തനം തുടങ്ങിയത്. സൊസൈറ്റി പ്രസിഡന്റ് കെ രവീന്ദ്രൻ മാസ്റ്ററുടെ അധ്യക്ഷതയിൽ പ്രമുഖ വ്യക്തിത്വങ്ങളുടെ സാന്നിധ്യത്തിൽ തലശ്ശേരി കോഓപ്പറേറ്റീവ് റൂറൽ ബാങ്ക് പ്രസിഡന്റ് പി ഹരീന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. വിവിധ അളവുകളിലും ഗുണനിലവാരത്തിലുമുള്ള ടാർപോളിനുകളും യഥേഷ്ടം തിരഞ്ഞെടുക്കാം. ഏറ്റവും മിതമായ നിരക്കിൽ. സഹകരണ ഇലക്ട്രിക്കൽ പ്ലംബിംഗ് ആൻഡ് സാനിറ്ററീസ്, ചമ്പാട് റോഡ്, പാനൂർ. സഹകരണ ഇലക്ട്രിക്കൽ പ്ലംബിംഗ് ആൻഡ് സാനിറ്ററീസ്, കല്ലിക്കണ്ടി റോഡ്, കടവത്തൂർ. ഫോൺ 8130061888 965-681-3834 859-031-2944. ഡെന്റാരിസ് ഡെന്റൽ ക്ലിനിക്, ഇംപ്ലാന്റ് ആൻഡ് ഓർത്തോഡോണ്ടിക് സ്പെഷ്യാലിറ്റി സെന്റർ, മേക്കുന്ന്. കഴിഞ്ഞ 5 വർഷമായി തലശ്ശേരിയിൽ ഡോക്ടർ ഫഹീമിന്റെ നേതൃത്വത്തിൽ പ്രവർത്തിക്കുന്ന ഡോക്ടർ ഫഹീംസ് ഡെന്റാരിസ് ദന്തക്രമീകരണ സ്പെഷ്യാലിറ്റി സെന്റർ കണ്ണൂർ സിറ്റി പോലീസ് കമ്മീഷണർ നിധിൻ പി രാജ് IPS ഉദ്ഘാടനം ചെയ്തിരിക്കുന്നു. ട്രീറ്റ്മെന്റ് അണ്ടർ മാഗ്നിഫിക്കേഷൻ ലൂപ്സ്, 3D സ്കാനിംഗ് ആൻഡ് ഡിജിറ്റൽ പ്രിന്റിംഗ്, അൾട്രാ മോഡേൺ എക്സ്റേ ഫെസിലിറ്റീസ്, വെൽ എക്യുപ്ഡ് അൾട്രാ മോഡേൺ മെഷീനറീസ്, വിദഗ്ധരായ ഡോക്ടർമാരുടെ സേവനം, വിശാലമായ പാർക്കിംഗ് സൗകര്യം, കുട്ടികളുടെ ദന്ത സംരക്ഷണത്തിന് പ്രത്യേകമായി രൂപീകരിച്ച അന്തരീക്ഷം, പൂർണ്ണമായും അണുവിമുക്തമായ ഓട്ടോക്ലേവ് ആൻഡ് UV ചേംബർ. ഡെന്റാരിസ് ഡെന്റൽ ക്ലിനിക്, ഇംപ്ലാന്റ് ആൻഡ് ഓർത്തോഡോണ്ടിക് സ്പെഷ്യാലിറ്റി സെന്റർ, മേക്കുന്ന്. തലശ്ശേരി റോഡ്, കൂലോ സ്ക്വയർ, മേക്കുന്ന്. ഫോൺ 6238296699 6238596699. Invest in pieces that make you feel like the masterpiece you are. Planeta Modern Jewelry. Lulu Gold, Talasheri, Kannur, Kozhikode. അനുദിനം വികസിച്ചു വരുന്ന തലശ്ശേരിയുടെ പ്രൗഢിക്കൊപ്പം ആധുനീകരിച്ച നവരത്ന ഇൻ. സ്വീറ്റ് റൂമുകളടക്കം 25 റൂമുകൾ. പേർക്കിരിക്കാവുന്ന AC മൾട്ടി കിച്ചൺ റെസ്റ്റോറന്റ്, ഒപ്പം ഇൻ റൂം ഡൈനിങ് ഫെസിലിറ്റി. സീറ്റിംഗ് കപ്പാസിറ്റിയുള്ള വൈഡൂര്യ ഹാൾ, 100 സീറ്റിംഗ് പുഷ്യരാഗ ഹാൾ, 16 പേർക്ക് യോഗം ചേരാവുന്ന കോൺഫറൻസ് ഹാൾ. ഏത് സാഹചര്യങ്ങളിലും ഡോക്ടർ ഓൺ കോൾ സൗകര്യം. ഒരേ സമയം 100ഓളം കാറുകൾ പാർക്ക് ചെയ്യാനുള്ള പാർക്കിംഗ് ഏരിയ. ഹോസ്പിറ്റാലിറ്റി രംഗത്ത് ചുരുങ്ങിയ കാലം കൊണ്ട് നഗരത്തിന്റെ ഹൃദയം കവർന്ന സ്ഥാപനം നവരത്ന ഇൻ, ഗുഡ് ഷെഡ് റോഡ്, റെയിൽവേ സ്റ്റേഷന് സമീപം, തലശ്ശേരി. ഫോൺ 049023228803 9497360333. വാർത്തകൾ തുടരുന്നു. നൂതന സാങ്കേതിക വിദ്യയിൽ അധിഷ്ഠിതമായ വികസനമാണ് നാവികസേനയിൽ നടന്നുവരുന്നതെന്ന് ദക്ഷിണ നാവികസേന കമാൻഡിംഗ് ഇൻ ചീഫ് വൈസ് അഡ്മിറൽ സമീർ സക്സേന. ഏഴിമല ഇന്ത്യൻ നാവിക അക്കാദമിയിൽ നടന്ന പാസിംഗ് ഔട്ട് പരേഡിൽ അഭിവാദ്യം സ്വീകരിച്ച ശേഷം കേഡറ്റുമാരെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. പരിശീലന കാലത്ത് നേടിയെടുത്ത അറിവുകൾ ജീവിതകാലം മുഴുവൻ പ്രയോജനപ്പെടുത്തണമെന്നും അദ്ദേഹം പറഞ്ഞു. 311 കേഡറ്റുകളാണ് പാസിംഗ് ഔട്ട് പരേഡിൽ പങ്കെടുത്തത്. ഇതിൽ 66 വനിതാ കേഡറ്റുകളാണ്. വിയറ്റ്നാം, സീഷെൽസ്, ടാൻസാനിയ എന്നീ രാജ്യങ്ങളിൽ നിന്നുള്ള 6 പേരും പരിശീലനം പൂർത്തിയാക്കി പരേഡിൽ പങ്കെടുത്തു.
പരിശീലന കാലത്ത് മികച്ച പ്രകടനം കാഴ്ചവെച്ച കേഡറ്റുകൾക്ക് വൈസ് അഡ്മിറൽ സമീർ സക്സേന അവാർഡുകൾ സമ്മാനിച്ചു. അക്കാദമി കമാൻഡന്റ് വൈസ് അഡ്മിറൽ മനീഷ് ചദ്ദ, ഡെപ്യൂട്ടി കമാൻഡന്റ് റിയർ അഡ്മിറൽ ഹാപ്പി മോഹൻ തുടങ്ങിയവർ സംബന്ധിച്ചു. ബലിപ്പെരുന്നാളിനോടനുബന്ധിച്ച് തലശ്ശേരി CH സെന്റർ സംഘടിപ്പിച്ച സ്നേഹവിരുന്ന് ശ്രദ്ധേയമായി. വർഷങ്ങളായി തുടർന്നു വരുന്ന പെരുന്നാൾ സ്നേഹസംഗമം ഇക്കുറിയും മുടങ്ങാതെ നടത്തി. തലശ്ശേരി ജനറൽ ആശുപത്രിയിലെ മുഴുവൻ രോഗികൾക്കും കൂട്ടിരിപ്പുകാർക്കും ഭക്ഷണം വിതരണം ചെയ്തു. കണ്ണൂർ ഡെപ്യൂട്ടി മേയർ KP താഹിർ ഉദ്ഘാടനം നിർവഹിച്ചു. വളരെ ബഹുമാനപ്പെട്ട മുസ്ലിം ലീഗ് കേന്ദ്ര അധ്യക്ഷൻ പ്രിയപ്പെട്ട ആദിക്ക ചെയർമാൻ കൂടിയാണ് ആദിക്ക. തലശ്ശേരി CSRന്റെ പ്രവർത്തനത്തെക്കുറിച്ച് പറയേണ്ടതില്ല. ഞാൻ കണ്ണൂർ CSRന്റെ വർക്കിംഗ് ചെയർമാനാണ്. നമുക്കവിടെ കണ്ണൂരിൽ ഗവൺമെൻറ് ഹോസ്പിറ്റൽ കേന്ദ്രീകരിച്ച് നടത്തുന്ന CSR അത് നടത്തിക്കൊണ്ട് പോകാൻ വലിയ പ്രയാസമുള്ളൊരു കാര്യമാണ്. കാരണം ഗവൺമെൻറ് ഹോസ്പിറ്റൽ സമൂഹത്തിന് ഏറ്റവും അടിത്തട്ടുള്ള ആളുകളാണ്. മെഡിക്കൽ കോളേജ് പോലെ വളരെ അടിത്തട്ടുള്ള ആളുകളാണ് ഹോസ്പിറ്റലിൽ. നമ്മളവിടെ പറയുന്നത് പൂർണ്ണ മലയോര പ്രദേശത്തുള്ള ആളുകളാണ് ബുദ്ധിമുട്ടാണ്. പക്ഷേ ഈ പ്രയാസങ്ങളൊക്കെ പ്രതിരോധിയാണ് തലശ്ശേരി ആശുപത്രി കേന്ദ്രീകരിച്ച് നടത്തുന്ന CSRന്റെ പ്രവർത്തനങ്ങളെക്കുറിച്ച് നമ്മളോട് കാര്യങ്ങൾ പറഞ്ഞപ്പോഴാണ് നമുക്കൊരു ആത്മധൈര്യം. തുടക്കത്തിൽ ഒരു വലിയൊരു ആശങ്ക ഉണ്ടായിരുന്നു. എല്ലാ മുസ്ലിം ലീഗ് കമ്മിറ്റി അവിടെ CSR നടത്തണമെന്നും ആശുപത്രി കേന്ദ്രീകരിച്ച് വരുന്ന രോഗികളെ സഹായിക്കാൻ ഒരു ചാരിറ്റി വേണം എന്നുള്ളത്. മുസ്ലിം ലീഗ് ജില്ലാ സെക്രട്ടറി അഡ്വക്കേറ്റ് KL ലത്തീഫ് അധ്യക്ഷത വഹിച്ചു. ഡോക്ടർ CP നാസിമുദ്ദീൻ മുഖ്യപ്രഭാഷണം നടത്തി. N മുഹമ്മദ്, അബ്ദുൽ ഗഫൂർ, തഫ്ലൈ മാണിയാട്ട്, മുനവർ അഹമ്മദ്, V ജലീൽ, പാലക്കൽ സാഹിർ, PC റിസാൽ, EK ജലാലു, COT ഫസൽ, തസ്ലീം ചേറ്റങ്കുന്ന്, PP സിറാജ്, ജലാൽ പാറാൽ, E കുഞ്ഞുമൂസ എന്നിവർ സംസാരിച്ചു. റഷീദ് തലായ് സ്വാഗതവും N മൂസ നന്ദിയും പറഞ്ഞു. ആഷിഖ് മട്ടാമ്പ്രം, പൊന്നകം നൌഷാദ്, റുഫൈസ്, തഷ്രീഫ്, റിയാസ്, MMK ഹനീഫ, റിയാസ് പിലാക്കുൽ, യൂസിഫ് മുസ്തഫ, അഷ്റഫ് ചമ്പാട്, നിസ്താസ് നാസർ, അഫ്സൽ മട്ടാമ്പ്രം, മുല്ലക്കോയ, N നസീർ, ആഭൂട്ടി അറയിലകത്ത്, നൌഷാദ് N, റാഫി, മഹ്റൂഫ് മാണിയാട്ട്, ചേരിക്കൽ ഫസൽ എന്നിവർ ഭക്ഷണ വിതരണത്തിന് നേതൃത്വം നൽകി. പതിവ് പോലെ CH സെന്റർ ചെയർമാൻ K സൈനുൽ ആബിദ് സഫാരിയാണ് ഭക്ഷണം സ്പോൺസർ ചെയ്തത്. കായിക പരിശീലന രംഗത്ത് ശ്രദ്ധേയ നേട്ടവുമായി ചമ്പാട് KCK ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ്. കേരള സ്പോർട്സ് കൗൺസിലിന്റെ കീഴിലുള്ള വിവിധ സ്പോർട്സ് സ്കൂളുകളിലേക്ക് ക്ലബ്ബിൽ പരിശീലനം നേടിയ 8 കുട്ടികൾക്ക് പ്രവേശനം ലഭിച്ചത് പ്രദേശത്തിന് അഭിമാന നേട്ടമായി. സ്ഥിരതയാർന്ന പരിശീലനവും കായിക മികവും കൊണ്ടാണ് വിദ്യാർത്ഥികൾ ഈ നേട്ടം സ്വന്തമാക്കിയത്. അനൈ മംഗലശ്ശേരി, CP അഭയ്ദേവ്, ഷഹാൻ, നിരഞ്ജ് എന്നിവർ തിരുവനന്തപുരം GV രാജ സ്പോർട്സ് സ്കൂളിലേക്കും S നവൽകൃഷ്ണ, KE ധ്യാൻകൃഷ്ണ, അൻവിൻ അജേഷ് എന്നിവർ വയനാട്ടിലെ ഗിരിദീപം സ്പോർട്സ് സ്കൂളിലേക്കും U ദേവാങ്ക്, നടുവണ്ണൂർ സ്പോർട്സ് സ്കൂളിലേക്കുമാണ് പ്രവേശനം നേടിയത്. വിവിധ ഘട്ടങ്ങളിലായുള്ള കഠിനമായ തിരഞ്ഞെടുപ്പ് പരീക്ഷകൾ വിജയിച്ചാണ് കുട്ടികൾ സംസ്ഥാന തലത്തിലെ ഈ മികച്ച അവസരം സ്വന്തമാക്കിയത്. ക്ലബിൻ്റെ നേതൃത്വത്തിൽ ചമ്പാട് ഇൻഡോർ സ്റ്റേഡിയത്തിൽ അനുമോദന യോഗം സംഘടിപ്പിച്ചു. ക്ലബ്ബ് രക്ഷാധികാരിയും മുൻ പഞ്ചായത്ത് പ്രസിഡന്റുമായ T ഹരിദാസ് ഉദ്ഘാടനം ചെയ്തു. ഞാൻ തള്ളിക്കളയുന്നില്ല. അതാണ് ഏറ്റവും പ്രധാനം. അത് ചേർത്ത് പിടിക്കാനും അത് ഉയർത്തിപ്പിടിക്കാനും പുതിയ സ്ഥലങ്ങളിലെത്തിയാൽ ഏറ്റവും നല്ല കുട്ടികളായി മാറാനും ഏറ്റവും സൽസ്വഭാവികളായ കുട്ടികളായി മാറാനും സ്പോർട്സിനെ മാത്രം ലഹരിയായി ചേർത്ത് പിടിച്ചുകൊണ്ട് മറ്റൊരു ലഹരിയും നമുക്കില്ല. ആ തരത്തിൽ നിങ്ങൾ വളർന്ന് നല്ലവരായി മാറണമെന്നും അതിൻ്റെ അഭിമാനം നിങ്ങളോടൊപ്പം ഞങ്ങളും പങ്കുവെക്കും എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഒന്നുകൂടി എല്ലാവരെയും അഭിനന്ദിച്ചുകൊണ്ട് കുട്ടികളുടെ നേട്ടം പ്രദേശത്തിൻ്റെ കായിക വളർച്ചയ്ക്ക് വലിയ പ്രചോദനമാണെന്ന് അദ്ദേഹം പറഞ്ഞു. തുടർന്ന് വിദ്യാർത്ഥികൾക്ക് ഉപഹാര സമർപ്പണവും നടത്തി.
അഡ്മിഷനിൽ കേരളത്തിലെ റാങ്കിങ്ങിൽ 1ാം സ്ഥാനമാണ്. അൻവിൻ അഭയ്, നവൽ കൃഷ്ണ, ധ്യാൻ കൃഷ്ണ കെ, അൻവിൻ അജേഷ്, ദേവാംഗയു. ക്ലബ്ബ് പ്രസിഡന്റ് കെ ദിജിൻ അധ്യക്ഷത വഹിച്ചു. KCK വോളി അക്കാദമി കോച്ച് VM പ്രമോദ് മുഖ്യാതിഥിയായി പങ്കെടുത്തു. കായിക രംഗത്ത് ഉയരങ്ങൾ കീഴടക്കാൻ അച്ചടക്കവും സ്ഥിരമായ പരിശീലനവും അനിവാര്യമാണെന്ന് അദ്ദേഹം കുട്ടികളോട് പറഞ്ഞു. യോഗത്തിൽ ക്ലബ്ബ് ഭാരവാഹികൾ, രക്ഷിതാക്കൾ, നാട്ടുകാർ, കായിക പ്രേമികൾ തുടങ്ങിയവർ പങ്കെടുത്തു. T. അർജുൻ സ്വാഗതവും C. ഷിബിൻ നന്ദിയും പറഞ്ഞു. സംസ്ഥാനതല സ്പോർട്സ് സ്കൂളുകളിലേക്ക് ഒരേ ക്ലബ്ബിൽ നിന്ന് 8 കുട്ടികൾ തിരഞ്ഞെടുക്കപ്പെട്ടത് ചെമ്പാടിൻ്റെ കായിക ചരിത്രത്തിലെ അഭിമാന നിമിഷമായാണ് വിലയിരുത്തപ്പെടുന്നത്. മാഹി CH സെന്ററിന്റെ ആഭിമുഖ്യത്തിൽ മാഹി ജനറൽ ആശുപത്രിയിലെ രോഗികൾക്കും കൂട്ടിരിപ്പുകാർക്കും പെരുന്നാൾ ഭക്ഷണം വിതരണം ചെയ്തു. തുടർച്ചയായ 16ാമത്തെ വർഷമാണ് പെരുന്നാൾ ഭക്ഷണം വിതരണം സംഘടിപ്പിച്ചത്. മാഹി മുൻ നഗരസഭാ കൗൺസിലർ സത്യൻ കേളോത്ത് പരിപാടി ഉദ്ഘാടനം ചെയ്തു. കഴിഞ്ഞ 14 വർഷക്കാലമായി മയ്യഴിയിലെ ജീവകാരുണ്യ പ്രവർത്തന രംഗത്തും അതുപോലെ തന്നെ മറ്റു പ്രവർത്തനങ്ങളിലൊക്കെ തന്നെ മറ്റേതൊരു സംഘടനയെക്കാളും വളരെ മുന്നിൽ നിൽക്കുന്ന ഒരു സംഘടനയാണ് CH സെൻറ്റർ എന്ന് പറയുന്നത്. ഒരു പൊതുപ്രവർത്തകൻ എന്ന നിലയിൽ എന്നെ സംബന്ധിച്ചിടത്തോളം ഏറെ അഭിമാനമുണ്ട്. തീർച്ചയായും എല്ലാ വർഷവും നടത്തിവരാറുള്ള ഈദ് നാളിൽ ഭക്ഷണ വിതരണമാണ് ഇവിടെ നടത്താൻ പോകുന്നത്. ഈ സമയത്ത് എല്ലാവർക്കും ഈദാശംസകൾ നേരുന്നതോടൊപ്പം തന്നെ CH സെൻറ്ററിൻ്റെ പ്രവർത്തനങ്ങൾ ഇനിയും ശക്തമായി മുന്നോട്ട് കൊണ്ടുപോകാൻ സർവശക്തൻ കരുത്തും നൽകട്ടെ എന്ന് മാത്രം ആശംസിക്കുന്നു. ദുബായിലെ പ്രമുഖ പ്രവാസി വ്യവസായിയും ജുമാന ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് ചെയർമാനുമായ റാഫി ഐച്ചസ് ചടങ്ങിൽ മുഖ്യാതിഥിയായി. 16 വർഷത്തോളം കാലം നമ്മുടെ മാഹി ഹോസ്പിറ്റലും പരിസരവും ജനങ്ങളെ സേവിച്ചുകൊണ്ട് മുന്നേറുന്ന CH സെൻറ്ററിന് ഇതുപോലുള്ള പുണ്യകർമ്മങ്ങൾ ഒരുപാട് ചെയ്തിട്ട് നമുക്കറിയാം. മാഹിയിലുള്ള ഒട്ടുമിക്കവർക്കും ഹോസ്പിറ്റലുള്ളവർക്ക് നിത്യവും കഞ്ഞി വിതരണം ചെയ്തുകൊണ്ട് ഒരു വിശപ്പടക്കുക എന്നതിലുപരി ഓരോ ആഘോഷങ്ങളും ധന്യമാക്കുന്ന ഏത് മതത്തിൻ്റെ ഏത് ആഘോഷമായാലും, ഓണമായാലും വിഷുവായാലും ക്രിസ്മസ് ആയാലും എല്ലാവർക്കും ഒരാഘോഷത്തെ ഉൾക്കൊണ്ടുകൊണ്ട് മാഹി CH സെൻറ്റർ മുന്നേറുന്നത് കാണുമ്പോൾ നമുക്കൊക്കെ അഭിമാനിക്കാവുന്ന കാര്യങ്ങളാണ്. ഇതുപോലെ നല്ല പ്രവർത്തനങ്ങൾ ഇനിയും ഒരുപാട് കാഴ്ചവെക്കട്ടെ. ഇനിയും ഒരുപാട് പ്രവർത്തനങ്ങൾ മുന്നേറുവാൻ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. CH സെൻറ്റർ പ്രസിഡന്റ് AV യൂസഫ് അധ്യക്ഷത വഹിച്ചു. EK മുഹമ്മദ് അലി, CA അബൂബക്കർ, കുവൈറ്റ് KMCC സെക്രട്ടറി ഫൈസൽ തുടങ്ങിയവർ സംസാരിച്ചു. താഹ, റസ്മൽ, ഉബൈസ്, ജംഷീർ, മുഹമ്മദ്, റംസാൻ എന്നിവർ നേതൃത്വം നൽകി. ഒരിടവേള കൂടി. അമൃത വിദ്യാലയം പുന്നോൽ തലശ്ശേരി, ലീഡിംഗ് CBSE institution in Kannur district. Daily meditation and strong value-based assemblies. Secure student transport with 20 well-managed bus routes. Well-equipped lab for physics, chemistry, biology, maths and computer science. Adult tinkering lab fostering innovation through robotics, 3D printing and CNC machines. Enrich co-curricular learning, music, dance, keyboard, guitar, taekwondo, chess, football and table tennis. Yoga for holistic physical and mental wellness. Cheerful KG, activity and playrooms. Well-stocked library with 8,000 plus books. Digital, student-focused classrooms. Fully equipped basketball and badminton courts. Hygienic, pure vegetarian canteen. PK In-Store, Chokli, Mahi, the biggest showroom and experience center in South India for tiles and sanitary ware, has a wealth of collections of top-notch products and brands.
ബോബി ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജുവലർ. സിൽക്ക് മിത്ര, തുവക്കുന്ന് റോഡ്, കല്ലിക്കണ്ടി. മഹാനഗരങ്ങളിലെ ഷോപ്പിംഗ് അനുഭവം കല്ലിക്കണ്ടിയിലും. അനുദിനം മാറുന്ന ഫാഷൻ ട്രെൻഡ് അപ്പോൾ തന്നെ സിൽക്ക് മിത്രയിലും. ബഹുനില മന്ദിരത്തിൽ ഷോപ്പിംഗ് വസ്ത്രവിസ്മയമൊരുക്കി സിൽക്ക് മിത്ര. കുടുംബത്തിലെല്ലാവർക്കുമുള്ള വസ്ത്രങ്ങൾ പലയിടങ്ങളിൽ അന്വേഷിച്ച് ഇനി ദൂരങ്ങളിൽ അലയേണ്ട. വരൂ സിൽക്ക് മിത്രയിലേക്ക്. ഷോപ്പിംഗ് വിസ്മയം അനുഭവിച്ചറിയൂ. ആലീസിന്റെ അത്ഭുത ലോകം വസ്ത്രസങ്കല്പ പൂർണ്ണതയിലാകുമ്പോൾ അതിവിടെയാണ് സിൽക്ക് മിത്ര, കല്ലിക്കണ്ടി. സാരികൾ, പട്ടുസാരികൾ, ജെന്റ്സ്, കിഡ്സ് വസ്ത്രങ്ങൾ, പുതിയ കാലം ആവശ്യപ്പെടുന്ന വസ്ത്രങ്ങൾ എല്ലാം ഒരിടത്ത് സിൽക്ക് മിത്രയിൽ. വർണ്ണ നൂലിഴകളാൽ കൊരുത്ത വിശ്വാസം, വിലക്കുറവിന്റെ വിസ്മയം, കാലം കാത്തുവെച്ച വസ്ത്രവിസ്മയം. സിൽക്ക് മിത്ര, തുവക്കുന്ന് റോഡ്, കല്ലിക്കണ്ടി. ന്യൂ ശശീന്ദ്ര ജ്വല്ലറി, പാനൂർ. അരനൂറ്റാണ്ടിലേറെ കാലത്തെ സേവന പാരമ്പര്യം കാലത്തിനൊത്ത മാറ്റങ്ങളോടെ പുതിയ രൂപത്തിലും ഭാവത്തിലും അണിഞ്ഞൊരുങ്ങിയിരിക്കുന്നു. ശശീന്ദ്രയുടെ സ്വന്തം പണിശാലയിൽ നിർമ്മിക്കുന്ന ആഭരണങ്ങൾക്ക് പുറമെ മുംബൈ, കൊൽക്കത്ത, സിംഗപ്പൂർ മോഡൽ ആഭരണങ്ങളുടെ വിപുലമായ ശേഖരം. BIS 916 ഹോൾമാർക്ക്ഡ് സ്വർണ്ണാഭരണങ്ങളും ഫസ്റ്റ് ക്വാളിറ്റി വെള്ളി ആഭരണങ്ങളുടെയും അതിവിപുലമായ ശേഖരം. ജന്മനക്ഷത്രക്കല്ലുകളും ഒരുക്കിയിരിക്കുന്നു. ഏതു വരുമാനക്കാരനും സ്വർണ്ണാഭരണം സ്വന്തമാക്കാനുള്ള ലഘുനിക്ഷേപ പദ്ധതികളും. ന്യൂ ശശീന്ദ്ര ജ്വല്ലറി, പാനൂർ ജംഗ്ഷൻ. ഫോൺ 049023112238. ഏറ്റവും ആധുനികമായ മെഷീനറിയിൽ ഹൈബ്രിഡ് വാഷ് ചെയ്ത ജിയോ സാൻഡും ജിയോ മിക്സ് കോൺക്രീറ്റും. ജിയോ സാൻഡ് കോൺക്രീറ്റ് രംഗത്തെ ഒരു വിപ്ലവം തന്നെയാണ്. കറക്റ്റ് മാഷേ, ജിയോ സാൻഡ് ഒരു വിപ്ലവം തന്നെയാണ്. വാർത്തകളിലേക്ക്. എഴുത്തുകാരനും ചിന്തകനും സോഷ്യലിസ്റ്റുമായിരുന്ന MP വീരേന്ദ്രകുമാറിന്റെ സ്മൃതി ദിനാചരണം RJD പാനൂരിൽ സംഘടിപ്പിച്ചു. PK പ്രവീൺ MLA അനുസ്മരണ പ്രഭാഷണം നടത്തി. RJD പാനൂർ ടൗൺ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് അനുസ്മരണം നടത്തിയത്. PK പ്രവീൺ MLA അനുസ്മരണ പ്രഭാഷണം നടത്തി. ഈ രാജ്യത്തെ, ഈ സംസ്ഥാനത്തെ അജയ്യനായ സോഷ്യലിസ്റ്റ് അമരക്കാരനായ ശ്രീ MP വീരേന്ദ്രകുമാർ അവരുടെ 6ാം ചരമവാർഷികാചരണമാണ് ഇന്ന് നടക്കുന്നത്. ഇന്ന് സംസ്ഥാനത്തിൻ്റെ എല്ലാ ഭാഗത്തും ഇതേപോലത്തെ പുഷ്പാർച്ചനയും പ്രഭാതപേരിയും നടന്നുകൊണ്ട് ഇന്ന് ഉച്ചയ്ക്ക് ശേഷം അദ്ദേഹത്തിൻ്റെ അനുസ്മരണ സമ്മേളനം എന്ന നിലയിൽ കോഴിക്കോട്ട് വെച്ചിട്ട് മഹാസമ്മേളനം നടക്കുകയാണ്. ബഹുമാനപ്പെട്ട കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ശ്രീ VD സതീശനാണ് അത് ഉദ്ഘാടനം ചെയ്യുന്നത്. വീരേന്ദ്രകുമാറിനെ സംബന്ധിച്ചിടത്തോളം ഈ നാടിലും ഈ രാജ്യത്തും ലോകത്തും എവിടെയാണോ തെറ്റ് എന്ന് കണ്ടുകൊണ്ട് അതിനെതിരെ പ്രതികരിക്കാനും മതേതരത്വം എത്രത്തോളം ഉയർത്തിപ്പിടിക്കാൻ സാധിച്ചിട്ടുണ്ടോ അത്രത്തോളം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ആ മതേതരത്തെ സംരക്ഷിക്കാനും പാരിസ്ഥിതിക പ്രശ്നങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് പരിസ്ഥിതിയെ കോട്ടം തട്ടുമ്പോൾ അവിടെ മുന്നിൽ നിന്നുകൊണ്ട് സമരമുറകൾ നയിച്ച ഈ പ്രസ്ഥാനത്തിൻ്റെയും സോഷ്യലിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെയും ഈ രാജ്യത്തിൻ്റെയും നാടിൻ്റെയും ഏറ്റവും വലിയൊരു നേതാവായിരുന്നു ശ്രീ വീരേന്ദ്രകുമാർ. അദ്ദേഹത്തിന് പകരം വെക്കാൻ ഇന്നും ഒരാൾ ഇല്ല. ഇനിയും അങ്ങനെ ഒരാൾ ഈ ലോകത്തും ഈ രാജ്യത്തും ഈ സംസ്ഥാനത്തും ഉണ്ടാകാൻ സാധ്യതയില്ല. അതനുസരിച്ചുള്ള പ്രവർത്തനങ്ങൾ അദ്ദേഹം നടത്തിയിട്ടുണ്ട്. പകരം വെക്കാൻ ആരുമില്ലാത്ത അജയ്യനായ സോഷ്യലിസ്റ്റായിരുന്നു വീരേന്ദ്രകുമാറെന്ന് PK പ്രവീൺ അനുസ്മരിച്ചു. മതേതരത്വം ഉയർത്തിപ്പിടിച്ച് പരിസ്ഥിതി സംരക്ഷണത്തിനായുള്ള പോരാട്ടം ജീവിതവ്രതമാക്കിയ നേതാവ് കൂടിയായിരുന്നു വീരേന്ദ്രകുമാറെന്നും PK പ്രവീൺ പറഞ്ഞു. നേതാക്കളും പ്രവർത്തകരും ഉൾപ്പെടെ പങ്കാളികളായി. ഗ്രന്ഥശാല പ്രവർത്തന രംഗത്തും സാമൂഹിക രാഷ്ട്രീയ മേഖലകളിലും സജീവ സാന്നിധ്യമായിരുന്ന എഴുത്തുകാരനും CPM നേതാവുമായ പരേതനായ IV ദാസിന്റെ ഭാര്യ സുശീല നിര്യാതിയായി. വാർദ്ധക്യ സഹജമായ അസുഖങ്ങളെ തുടർന്ന് ചികിത്സയിൽ കഴിയുന്നതിനിടെയായിരുന്നു അന്ത്യം.
പ്രദേശത്തെ സാമൂഹിക സാംസ്കാരിക പ്രവർത്തനങ്ങളോട് ആത്മബന്ധം പുലർത്തിയിരുന്ന സുശീല കുടുംബത്തിനും നാട്ടുകാർക്കും ഏറെ പ്രിയങ്കരിയായിരുന്നു. നിരവധി വർഷങ്ങളായി പൊതുപ്രവർത്തന രംഗത്ത് നിറഞ്ഞു നിന്ന ഐ വി ദാസിന്റെ പ്രവർത്തനങ്ങൾക്ക് പിന്തുണയായി നിന്ന വ്യക്തിയെന്ന നിലയിലും അവർ അറിയപ്പെട്ടിരുന്നു. പരേതനായ ഡോക്ടർ ഐ വി ബാബുവാണ് മകൻ. ലത മരുമകളാണ്. സംസ്കാര ചടങ്ങുകൾ വെള്ളിയാഴ്ച രാവിലെ 10 മണിക്ക് മൊകേരി പാറായമലിലെ വീട്ടുവളപ്പിൽ നടക്കും. നിരവധി രാഷ്ട്രീയ, സാംസ്കാരിക, ഗ്രന്ഥശാല പ്രവർത്തകർ വസതിയിലെത്തി അനുശോചനം രേഖപ്പെടുത്തി. MP വീരേന്ദ്രകുമാർ അനുസ്മരണ ദിനം RJD തലശ്ശേരി മണ്ഡലം കമ്മിറ്റി ആചരിച്ചു. ജില്ലാ കമ്മിറ്റി അംഗവും തലശ്ശേരി ടൗൺ സർവീസ് സഹകരണ ബാങ്ക് വൈസ് പ്രസിഡന്റുമായ N ബിജു ഉദ്ഘാടനം ചെയ്തു. RJD തലശ്ശേരി മണ്ഡലം പ്രസിഡന്റ് പന്നൂർ രാമചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. ബാങ്ക് ഡയറക്ടർ ബാബു ഡിക്രൂസ്, ട്രഷറർ റൂബൻ ഫെർണാണ്ടസ്, P സുനിൽ എന്നിവർ നേതൃത്വം നൽകി. പ്രധാന വാർത്തകൾ വീണ്ടും. പിണറായി വിജയന്റെ വീട്ടിൽ നടന്ന ED റെയ്ഡിൽ കോൺഗ്രസുകാർ സന്തോഷിക്കരുതെന്ന് മുൻ സ്പീക്കർ അഡ്വക്കേറ്റ് AN ഷംസീർ. അമിത്ഷാ പറയുമ്പോൾ ചാടിക്കളിക്കുന്ന കൊച്ചുരാമനാണ് ED എന്നും ഷംസീർ. കോടിയേരി എന്താ CPM-നകത്തെ രണ്ടാം കിടക്കാരനാണോ എന്ന് കോൺഗ്രസ് നേതാവ് VP അബ്ദുൾ റഷീദ്. കോടിയേരിയുടെ വീട്ടിൽ ED റെയ്ഡ് എന്ന സമാന സാഹചര്യം നേരിടേണ്ടി വന്നപ്പോൾ അന്ന് ജയരാജന്മാരെയോ ശൈലജയെയോ കണ്ടില്ലല്ലോ എന്നും VP അബ്ദുൾ റഷീദിന്റെ പരിഹാസം. മംഗലാപുരത്ത് ആളില്ലാത്ത വീട്ടിൽ കയറി വൻ മോഷണം നടത്തി രക്ഷപ്പെട്ട യുവതിയും യുവാവും പിടിയിൽ. പ്രതികളെ പിടികൂടിയത് കോഴിക്കോട് വെച്ച്. ത്യാഗസ്മരണയിൽ മുസ്ലിം മതവിശ്വാസികൾ ബലിപ്പെരുന്നാൾ ആഘോഷിച്ചു. CH സെന്ററുകളുടെ ആഭിമുഖ്യത്തിൽ ആശുപത്രികളിൽ ഭക്ഷണ വിതരണം. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.